ഞങ്ങൾ തന്നെ കടല കച്ചവടം അതോ എല്ലാ പശുവിനെ പോത്തിനെയോ എല്ലാം കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. മനുഷ്യരെയല്ലേ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ചേട്ടാ, നമ്മുടെ സർക്കാരിന്റെ പുത്തൻ പദ്ധതി ഇല്ലേ പ്രിയദർശിനി എന്ന് പറഞ്ഞേ, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നാ? അതിനെപ്പറ്റി മോശമായ അഭിപ്രായം ഞങ്ങൾക്കുള്ള. പ്രിയദർശിനി നല്ല പരിപാടിയൊക്കെയാണ്, അവര് സർക്കാർ ചെയ്തത് നല്ലതാണ്, സ്ത്രീകൾക്ക് ഗുണകരമായ കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് അതിന് അവകാശപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്കാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഓഫീസുകളിൽ ഈ കളക്ടറേറ്റിലൊക്കെ 1,50,000 രൂപയൊക്കെ ശമ്പളം മേടിക്കുന്നവരുണ്ടെന്നാ പറയുന്നത്. അവരൊക്കെ ഇപ്പൊ ഈ പ്രിയദർശിനി നോക്കിയാ നിൽക്കുന്നത്. അത്രയും കാശുള്ള അവർക്ക് മാസം എങ്ങനെ അറിയാം ഒരു 3,000 രൂപ വണ്ടിക്കൂലി ആകത്തുള്ളൂ. അത് മുടക്കാൻ മടിയായിട്ട് അവരിപ്പം പ്രിയദർശിനി നോക്കി കയറുന്ന ഒരു അവസ്ഥ. ഇപ്പം മന്ത്രി പറയുന്നല്ലോ ഞങ്ങൾ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് ബസ് ഓടാൻ വേണ്ടി. അല്ലാതെ ബസ് ഓട്ടം നടത്താതെ ഇതിനകത്ത് വേറെ ഇതിനെ ഞങ്ങൾ തന്നെ കടല കച്ചവടം അതോ എല്ലാ പശുവിനെ പോത്തിനെയോ എല്ലാം കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. മനുഷ്യരെയല്ലേ ഇതിനകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അല്ല കടല കച്ചവടം നടത്താൻ പറ്റും. ഈ ടാക്സ് ഇളവെന്ന് പറഞ്ഞു ഭയങ്കര 50% പറഞ്ഞു. ഡെയിലി 3,000 രൂപ 4,000 രൂപ നഷ്ടത്തിൽ ഓടുമ്പോൾ നമുക്ക് ഡെയിലി ടാക്സ് ഇളവ് കിട്ടുന്ന എത്ര? 140 രൂപ അല്ല 150 രൂപ, അതിനത്രേ ഉള്ളൂ. 200 രൂപ താഴെയാണ് ഈ ടാക്സ് ഡെയിലി വെച്ച് നോക്കുമ്പോൾ. 5,000 6,000 രൂപ നഷ്ടത്തിൽ ഓടിയിട്ട് ഈ 200 കിട്ടിയിട്ട് എന്തോ കാണിക്കാൻ? ഇവിടുന്ന് 10 രൂപ മുടക്കി KSRTC ഇറങ്ങുക, ഷട്ടിൽ വണ്ടിക്ക് കയറി 10 രൂപ മുടക്കിയിട്ട് KSRTC പോയി ഇറങ്ങുക, അവിടുന്ന് ബസ്സിന് കയറി പോവാ. ആ വണ്ടി ഗുണം ഉണ്ടാവുന്നൊക്കെ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് നല്ല ഉപകാരമായിരുന്നു. ഇത് ഇതുപോലൊരു ഉപകാരം ചെയ്യുന്ന 1,500 ഉപകാരം.